വയൽഅനുഹുമുൽ ലാഇനൂൻ, ലഅനത്ത് ചെയ്യുന്നവർ, അതാണ് അല്ലാഇനൂൻ, അവരും ഈ പൂഴ്ത്തിവെപ്പുകാരെ ലഅനത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അവർക്ക് ലഅനത്തുണ്ടാകാൻ ഇവർ അള്ളാഹുവിനോട് കേഴും തേടും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഖൈറിൽ നിന്ന് അള്ളാഹു അവരെ അകറ്റി നിർത്താൻ, ദൂരപ്പെടുത്താൻ ലഅനത്ത് ചെയ്യുന്നവർ അള്ളാഹുവിനോട് അപേക്ഷിക്കും, അർത്ഥിക്കും എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ ഈ ഒരു ലഅൻ അല്ലെങ്കിൽ ലഅനത്ത് അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ശാപം, ശപിക്കൽ, ദോഷമേൽക്കുവാനുള്ള പിരാകൽ എന്നൊക്കെയാണ് തർജ്ജമ ചെയ്യപ്പെടാറുള്ളത്. ലഅനത്ത് അല്ലെങ്കിൽ ലഅൻ എന്ന പദം അറിയിക്കുന്ന ആശയത്തോട് ഏറ്റവും അടുത്ത മലയാള പദം എന്നതിനാലാണ് ശപിക്കുക എന്ന് അല്ലെങ്കിൽ പിരാകുക എന്ന് അർത്ഥം പറയാറുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഭാഗം റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരപ്പെടുത്തുക എന്നുള്ള വിഷയം, അതാണ് അതിനാൽ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലായിക യൽഅനുഹുമുല്ലാഹ് എന്ന പ്രയോഗത്തിൽ ഉലായിക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. അത് വിദൂരത്തേക്ക് ചൂണ്ടാനാണ് പ്രയോഗിക്കപ്പെടുക. അടുത്തേക്ക് ചൂണ്ടാനായിരുന്നുവെങ്കിൽ ഹാ ഉലായി എന്നാണ് പ്രയോഗിക്കേണ്ടിയിരുന്നത്. അടുത്ത് പരാമർശിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ എന്നിടത്ത് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലായിക്, അക്കൂട്ടർ എന്ന് അർത്ഥം തരുന്ന ഇസ്മുൽ ഇഷാറ അൽ ബഈദ്, വിദൂരത്തേക്ക് ചൂണ്ടാനുള്ള ആ ഇസ്മിനെ പ്രയോഗിച്ചത് എന്തിന്? തൻബീഹൻ അലാ ഖുബ്ഹി അമലിഹിം വഗായതി ബുഅദിഹി ഫിൽ ഇജ്റാം വൽ ഇഫ്സാദ്. ഈ പൂഴ്ത്തിവെപ്പുകാരുടെ പൂഴ്ത്തലും തമസ്കരിക്കലും ഏറെ മോശമാണ്, വിദൂരമായ കുറ്റകൃത്യമാണ് എന്നത് ഉണർത്താനാണ് ഇവിടെ ഉലായിക പ്രയോഗിച്ചത്. യൽഅനുഹുമുല്ലാഹ് എന്നിടത്ത് യൽഅനു എന്നത് വർത്തമാന ഭാവി കാലക്രിയയാണ്. അത് ഹാലിനെയും മആലിനെയും അഥവാ വർത്തമാനത്തെയും ഭാവിയെയും അറിയിക്കുന്ന ക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രൂരത ചെയ്യുന്നവർ, കുറ്റകൃത്യം നിർവഹിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന ആശയം തരാനാണ് അവിടെ ഇത്തരം ക്രിയയുടെ പ്രയോഗം. എപ്പോഴൊക്കെ ഈ പൂഴ്ത്തിവെക്കൽ പ്രവണത, തമസ്കരിക്കൽ സ്വഭാവം ആളുകളിലുണ്ടാകുമോ അവർക്കൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതാണ് അവിടുത്തെ വിഷയം.